ഇലക്കറികൾ കഴിക്കാനായിട്ട് കുട്ടികളും മുതിർന്നവരൊക്കെ പലപ്പോഴും മടി കാണിക്കാറുണ്ട് അല്ലേ? ചീര പോലെയുള്ള ഇലക്കറികളൊക്കെ കുട്ടികളെ കൊണ്ട് കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വന്നാലോ? വെൽക്കം ബാക്ക് ടു ഡൈൻ വിത്ത് ആൻ. ഞാനിവിടെ ഒരു കെട്ട് ചുവന്ന ചീര എടുത്തിട്ടുണ്ട്. നന്നായി കഴുകി വൃത്തിയാക്കി അത് നമുക്ക് ചെറുതാക്കി ഒന്ന് നുറുക്കിയിട്ടൊരു സൈഡിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതൊന്ന് ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞത്, അതുപോലെ തന്നെ 3 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതുപോലെ കുറച്ച് കറിവേപ്പില, ഇത് മൂന്നും കൂടിയിട്ടൊന്ന് ചതച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ പച്ചമുളകിന് എത്രത്തോളം എരിവുണ്ടോ അതനുസരിച്ചിട്ട് പച്ചമുളകിൻ്റെ എണ്ണയൊക്കെ കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള പച്ചമുളക് അത്യാവശ്യം നല്ല എരിവുള്ളതായിരുന്നു, അപ്പോൾ അത് കാരണം ഞാൻ 3 എടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇത് ചെറുതായിട്ടൊന്ന് കളറൊക്കെ ഒന്ന് മാറി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്രയും കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറുതീയിൽ വെച്ചിട്ട് ഒന്നുകൂടിയിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ചീര ചേർത്ത് കൊടുക്കാം. ഈ ചീരയ്ക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു അളവെന്ന് പറയാനായിട്ടൊന്നും ഇല്ല കേട്ടോ. ഏകദേശം ഒരു കെട്ടിൻ്റെ അടുത്തുണ്ടാവും. അതിന് തണ്ടെടുക്കാതിരിക്കാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. ഇല മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇനി നമുക്കൊന്ന് മൂടി വയ്ക്കാം. എന്നിട്ട് ചെറുതീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇത് വെന്ത് വരുമ്പോഴേക്കും നന്നായിട്ടൊന്ന് ചുരുങ്ങി വന്നിട്ടുണ്ടാവും കേട്ടോ. ഇടയ്ക്കൊന്ന് തുറന്ന് ഒന്നുകൂടിയിട്ടൊന്ന് മിക്സൊക്കെ ചെയ്ത് കൊടുക്കണം കേട്ടോ. അടിയിലൊന്നും പിടിക്കാതെ കരിഞ്ഞൊന്നും പോകാതെ ഈ മസാലയൊക്കെ ചീരയുടെ എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ ഒന്ന് പിടിച്ച് കിട്ടുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ചീരയൊക്കെ നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട്. ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുകയാണ് വേണ്ടത്. ഞാനിപ്പോൾ ഒരു സ്റ്റീൽ ഗ്ലാസ് ഉപയോഗിച്ചിട്ടാണ് ഇതുപോലൊന്ന് ഉടച്ചെടുക്കുന്നത് കേട്ടോ. നിങ്ങൾ എത്രത്തോളം ചീര എടുക്കുന്നു അതനുസരിച്ചിട്ടും കിഴങ്ങിൻ്റെ അളവിലൊക്കെ വ്യത്യാസം വരാം കേട്ടോ. കിഴങ്ങ് കൂടി പോകാതിരിക്കാൻ മാത്രം പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. നന്നായിട്ടിപ്പോൾ ഞാൻ കിഴങ്ങൊക്കെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വേവിച്ച് വെച്ചിട്ടുള്ള ചീര ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ടേസ്റ്റൊക്കെ നോക്കുക. ഉപ്പൊക്കെ ഇനി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ചീര വേവിക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കിഴങ്ങിനും കൂടി വേണ്ടിയിട്ടുള്ള ഉപ്പായിരുന്നു. അപ്പോൾ അത് കാരണം എക്സ്ട്രാ ഒന്നും ചേർക്കുന്നില്ല. എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കുരുമുളക് പൊടി, അല്ലാന്നുണ്ടെങ്കിൽ ഗരം മസാല, അതൊക്കെ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഈ കട്ട്ലറ്റിൻ്റെ മിക്സ് കുറച്ച് ലൂസായെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നമുക്കിതുപോലെ ഷേപ്പിലൊന്നും പിടിക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ബ്രെഡ് ക്രംസ് കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ബ്രെഡ് ക്രംസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അല്ലാതെ എനിക്ക് കറക്റ്റ് ഷേപ്പിൽ തന്നെ കട്ട്ലറ്റ് പിടിക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചെറിയ ബോൾസ് ആക്കി എടുത്ത് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് കട്ട്ലറ്റിൻ്റെ ഒരു ഷേപ്പാക്കി വെക്കാം. ഇനി നമുക്കൊരു ബൗളിലേക്ക് ഒരു മുട്ട ഒന്ന് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. അത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഓരോ കട്ട്ലറ്റും ഈ മുട്ടയിൽ ആദ്യം ഒന്ന് മുക്കിയെടുക്കാം. അതിനുശേഷം കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ട് അതിലേക്കൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇനി നിങ്ങൾക്ക് മുട്ട വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് മൈദ, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചെറിയ ലൂസാക്കി ഒന്ന് കലക്കി എടുത്തിട്ട് അതിലൊന്ന് കോട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ. ബ്രെഡ് ക്രംസ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ക്രിസ്പി ആയിരിക്കും കട്ട്ലറ്റ്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ കട്ട്ലറ്റും മുട്ടയിലും അതുപോലെ ബ്രെഡ് ക്രംസിലൊക്കെ റോൾ ചെയ്ത് നന്നായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നല്ല ചൂടായ എണ്ണയിലിട്ട് ഈ കട്ട്ലറ്റ് ഒന്ന് വറുത്തെടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വറുത്തെടുക്കാനായിട്ട്. ഈ ചീരയും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും നന്നായിട്ട് വെന്തതായതുകൊണ്ട് തന്നെ ഒരുപാട് സമയം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ പുറംഭാഗം നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. രണ്ട് വശവും കരിഞ്ഞു പോകാതെ ഒരേപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാക്കി വറുത്തെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇത് നമുക്കൊരു സ്റ്റാർട്ടറായിട്ടോ അല്ലെങ്കിൽ ഒരു ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവരൊരിക്കലും ഇത് ചീര എന്ന് പറയില്ല കേട്ടോ. അത്രയും ടേസ്റ്റാണ്. എല്ലാവരും നന്നായിട്ട് തന്നെ കഴിച്ചോളും. അപ്പോൾ ഇതുവരെ ചീര ഉപയോഗിച്ചിട്ട് കട്ട്ലറ്റ് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കല്ലേ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വീണ്ടും വേറൊരു അടിപൊളി റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.